നമസ്കാരം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചാരണ പ്രസംഗങ്ങളുടെ പേരിൽ നടപടിയെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ല. ജനങ്ങൾ ഇന്ത്യ ബ്ലോക്കിന് വോട്ട് ചെയ്താൽ തനിക്ക് ജയിലിലേക്ക് മടങ്ങേണ്ടി വരില്ല എന്ന കെജ്രിവാളിന്റെ പ്രസംഗത്തിനെതിരെയാണ് ഇഡി കോടതിയെ സമീപിച്ചത്. ജൂൺ 2-ന് എനിക്ക് വീണ്ടും ജയിലിലേക്ക് പോകണം. ജൂൺ 4-ന് ഞാൻ ജയിലിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം കാണും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യ മുന്നണിയെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ജൂൺ 5-ന് മടങ്ങിവരും എന്നാണ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചത്. എന്നാൽ കെജ്രിവാളിന്റെ പ്രസംഗം ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നും അരവിന്ദ് കെജ്രിവാളിനിത് എങ്ങനെ പറയാൻ കഴിയുന്നുവെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. എന്നാൽ കെജ്രിവാളിന്റെ പ്രസംഗത്തിലേക്ക് കോടതി കടക്കില്ലെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇഡിയെ അറിയിച്ചു. കെജ്രിവാൾ എപ്പോൾ കീഴടങ്ങണമെന്ന് ഞങ്ങളുടെ ഉത്തരവിൽ വ്യക്തമാണെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇഡിയെ അറിയിച്ചു. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞയാഴ്ചയാണ് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പ്രചാരണ സമയത്ത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തരുതെന്ന കോടതിയുടെ നിർദ്ദേശവുമുണ്ടായിരുന്നു.